നമസ്കാരം, വീഗ് പെറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാറില്ല, ഓരോ തിരക്കുകളായ കാരണം കൊണ്ടൊക്കെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു മൈക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും ഫ്രണ്ടിലേക്ക് വരാൻ വിചാരിച്ചിട്ടാണ്. ഇതുവരെ ഞാൻ തന്നെയാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നതൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഡോഗ്സിനൊക്കെ കാട്ടിയിട്ട് അപ്പോൾ അവരൊക്കെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ കുറേ ഇപ്പോൾ പശുവിനൊക്കെ വന്ന വീഡിയോ ഇട്ടിരുന്നത്, അതിന് ശേഷം വീഡിയോ വേറെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പശുവിനെ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡോഗ്സിനെ ഒന്നുകൂടി ഒന്ന് കാണിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കുറേ പപ്പീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബീഗിളിൻ്റെ ഉണ്ട്, ജാക്ക് റസലിൻ്റെ പപ്പീസുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ കാര്യങ്ങളൊക്കെ വരില്ല പിള്ളേർക്ക്, ക്രിസ്മസ് ആവാറായി. അപ്പോൾ അതിന് മുന്നോടിക്കായിട്ട് കുറച്ച് വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അത് കുറേ ഇപ്പോൾ ഈ ഇവരെ കുറയുള്ള കാരണം സൗണ്ട് അത്ര ക്ലിയർ ആവണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഡോഗ്സിലൊക്കെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇത് നമ്മുടെ കക്കി എന്ന് പറഞ്ഞ നമ്മുടെ ജാക്ക് റസൽ ഫീമെയിൽ കേട്ടോ. ഇവിടെ പിന്നെ ഇടയ്ക്ക് ലിറ്ററൊക്കെ ഇറങ്ങിയിരുന്നു. അവളുടെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പപ്പീസൊക്കെ എല്ലാം കഴിഞ്ഞ് കൊണ്ടുപോയി അവൾ ഇപ്പോൾ വൈകിട്ട് ഇപ്പോൾ പുറത്തിറക്കാൻ അങ്ങനെ മുപ്പാടുള്ള ഒരു തിക്കും തിരക്കും കാര്യങ്ങളാണ് മുപ്പത് കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. ഇത് കക്കി ജാക്ക് റസൽ ഫീമെയിൽ. പിന്നെ ഈ കൂടൊക്കെ കാലിയൊക്കെ എടുക്കുകയാണ്. ഇത് നമ്മുടെ ബീഗിളിൻ്റെ ഒരു വയസ്സൊക്കെ കഴിഞ്ഞുള്ള ഒരാളാണ് ഇപ്പോൾ കേട്ടോ. ഇപ്പോൾ ഇറങ്ങുന്നത് ഇപ്പോൾ ഇവളിപ്പോൾ ഹീറ്റാണ്, ഇവൾ ഫസ്റ്റ് ഹീറ്റാണ്. ഇപ്പോൾ അവളെ ഞാൻ ചെയ്യുന്നില്ല, അടുത്ത ഹീറ്റിൽ ചെയ്യാന്നുള്ള പരിപാടിയിലാണ്. ആ സെൻറ്ററിൽ നിൽക്കണോളൂ കേട്ടോ. ഇവള് കൈവക്കി വരണോളൂ, അവളിപ്പോൾ ഹീറ്റിലാണ്. പിന്നെ രണ്ടാളത് ഇവിടെ കളി ചെയ്യാനുണ്ട്. അവർക്ക് ഹീറ്റ് ആവാറായി നിൽക്കണം. അവർക്ക് ഒരു ഹീറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് ഇവരൊക്കെ. അതെ, അടുത്ത തല്ലൂട്ടങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇവർ. അതെ, ഇത് നമ്മുടെ അമ്മൂൻ്റെ ഒരു കുട്ടീനെ നിർത്തിയിട്ടാണ് നട്ടാ. ഭയങ്കര വികൃതിയാണ്, ഭയങ്കര വികൃതിയാണ് നട്ടാ. കഴിഞ്ഞ മുമ്പത്തെ പ്രസവത്തിൽ അതെ ഒളിർന്നൊക്കെ അവൾ ഇടുന്നത്. കഴിഞ്ഞ മുമ്പത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയെ നമ്മൾ നിർത്തിയാണ് അവളുടെ. നമ്മുടെ ലേസി ലില്ലിയുടെ പീസൊക്കെ ഇറങ്ങിയിരുന്നുണ്ടോ. ലില്ലിയുടെ ബാക്കിൽ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവളിപ്പോൾ ഒന്ന് കുറച്ച് ഹെയറൊക്കെ ഒന്ന് കഴിഞ്ഞിരിക്കാൻ, ഡെലിവറി കഴിഞ്ഞാൽ ഒരു ക്ഷീണത്തിലാണ് ആള്. ശരിയാക്കി എടുക്കണം മൂപ്പരൊക്കെ ഒന്ന്. ഇതേപ്പുറത്ത് അമ്മു ചക്കിയൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും കണ്ടിട്ട് കുറേ കാലം. ബീഗിൾ ഞാൻ 2-3 ഫീമെയിലിനൊക്കെ ഞാൻ കൊടുത്തു, എണ്ണം കുറച്ചു. കുറേ ഡോഗുകളായി കാരണം കൊണ്ട് എൻ്റെ കടി കൂടിനൊക്കെ ഇടുന്നിട്ട് ജാതി കടി കൂടല. അതെ, അടുത്ത ആൾക്കാർ നമ്മുടെ കില്ലറ് ബാക്കിലുണ്ട് കേട്ടോ. കില്ലറാ മിന്നാണെന്നറാ. നമ്മുടെ റാണി ഒരു ഡാഷ് ഉണ്ട്. നമ്മൾ ബ്രീഡിങ്ങിന് ചെയ്യില്ലാട്ടോ അവളെ. നമ്മൾ വെറുതെ ഇവിടെ നിർത്തിയിട്ടുള്ളതാണ് ആള് ഗാർഡിങ്ങിനൊക്കെ ആയിട്ട്. നമ്മുടെ ശിവാവകള് കിലു. ഏകദേശം 2 വയസ്സൊക്കെ കഴിഞ്ഞോട്ടോ. പിന്നെ അത് ബീഗിളിന്റെ പപ്പീസുകൾ ഉണ്ട് കേട്ടോ. അടിപൊളി കുട്ടികൾ, നമ്മുടെ അമ്മൂന്റെ കുട്ടികളാട്ടോ. നല്ല പപ്പീസുകളുണ്ട്. ഒരു 55 ദിവസമൊക്കെ പ്രായമായിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു മെയിലൂട്ടി ബുക്കിംഗ് ആയി കിടക്കുന്ന കുട്ടിയാട്ടോ. ഒരു മെയിലൂട്ടി ബുക്കിംഗ് ആയിട്ടുണ്ട്. ഞാൻ മിക്കവാറും നാളെ കൊണ്ടുപോയി. ഈ കുട്ടിയാണ് നോക്കാം, ഈ കുട്ടി. ഇതൊരു മെയിലൂട്ടി ബുക്കിംഗ് ആയിട്ടുള്ള നാളെ കൊണ്ടുപോയി. പിന്നെ വേറെ പപ്പീസുകൾ ഇപ്പോൾ വേറെ 4 കുട്ടികളുണ്ട് കേട്ടോ. കൊണ്ടുപോകാറായ പ്രായമായിട്ടുള്ള കുട്ടികളാണ്. ക്രിസ്മസേക്ക് ഇനി വരുന്നത്. കുട്ടികൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അടിപൊളി മാർക്കിങ്ങുള്ള കുട്ടികളാണ്. നമ്മുടെ ചിമ്പുട്ടൻ ബാക്കിലുണ്ട് കേട്ടോ. ചിമ്പുട്ടാ, നമ്മുടെ പിസ്റ്റളൊക്കെ നോക്കിയാൽ നല്ല സുന്ദരമായിട്ടിരിക്കുന്നു. പിസ്റ്റളിൻ്റെ ഈ പുറത്ത് കടി കൂടിയതാണുകൊണ്ട് ചെറിയൊരു മുറിവുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ഈച്ച വരാണ്ടിരിക്കാനായിട്ട് ഒരു മരുന്ന് അടിച്ചിട്ടിരിക്കാൻ മുമ്പേ. ഇത് നമ്മുടെ പുതിയത് വന്നിട്ടുള്ള ജാക്ക് റസലാണ്. 2 ഫീമെയിലുകൾ, രണ്ടും ഓൺ ഹീറ്റിൽ വന്നിട്ടുള്ളതാണ്. വേറൊരു പാർട്ടിക്ക് അങ്ങനെ വേണമെന്ന് കണ്ടപ്പോൾ എടുത്താണ്. പക്ഷെ അതൊരു മാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് വിട്ടേക്കുക. ക്രോസ് ചെയ്തിട്ടുണ്ട്. 2 പേരുണ്ട്. അതിൽ ഒരാളെ അവർ കൊണ്ടുപോകും, പിന്നെ ഒരാൾ നമ്മളോട് വീട്ടിൽ നിർത്തും. അത് ഒരുത്തിയുടെ പേര് ഹണി, ഒരുത്തി മിസ്റ്റി. ഇതിൽ 2 ഒരാളെ കൊണ്ടുപോകുക. ഇത് പിന്നെ ജാക്ക് റസലിന്റെ പപ്പീസുകൾ. ഇപ്പോൾ ഒരു 4 മാസമായ കുട്ടികളാട്ടോ. ഇതിലിപ്പോൾ നമ്മൾ ഒരു മെയിലിനും ഒരു ഫീമെയിലിനും കൊടുക്കുന്നുണ്ട്. കുറച്ചിക്കണമെങ്കിൽ ഒരു മെയിലിനും ഒരു ഫീമെയിലിനും കൊടുക്കും. ബാക്കി 2 നമ്മുടെ വീട്ടിൽ നിർത്താനുള്ളതാണ്. നമ്മുടെ ടൈസൺ ആളിപ്പോൾ പണ്ടത്തെ അലമ്പൊക്കെ ഒന്ന് ഒതുക്കി സൈലന്റ് ആയിട്ടാണ് ആളെ പോക്ക്. പണ്ടത്തിരി അലമ്പാടുന്ന ആള് ഇപ്പോൾ ഒത്തിരി സൈലന്റ് ആയിട്ടാണ് ഉള്ളത് ആള്. പിന്നെ ഈ ജാക്ക് റസലിന് ഇപ്പോൾ നമ്മൾ പുതിയ കൊണ്ടുവന്നിട്ടാ. ഇതിന്റെ വാല് കട്ട് ചെയ്യാത്ത ജാക്ക് റസലാട്ടാ. അല്ല, മറ്റേതിൻ്റെയൊക്കെ വാല് കട്ട് ചെയ്തതിന് വാല് കട്ട് ചെയ്തതിന് ഇപ്പം ഇതുപോലെ വലിപ്പം ഉണ്ടാവും. ഇതിപ്പോൾ ഹീറ്റിലാട്ടോ. അപ്പോൾ ഒരു മാറ്റിങ് ചെയ്തു.
ഓൺ ഹീറ്റിലാണ്. ഓൺ ഹീറ്റിലിട്ട് ഇപ്പം എടുത്താണ്. അത്യാവശ്യം ജാക്ക് റസൽ നല്ല എൻക്വയറി ഉണ്ട് പപ്പീസ്. ഇപ്പം നല്ല മൂവിങ് ഉണ്ട് ജാക്ക് റസലിൻ്റെ. ഇത് വേണ്ട ഈ കൂട്ടിൽ കിടന്നിരുന്നവരാട്ടാ രണ്ടുപേരും നോക്കിയാൽ ഇപ്പം ഇപ്പുറത്തേക്ക് എത്തി. അതിൽ 2 മെയിലും 1 ഫീമെയിൽ. അതിപ്പോൾ ഇവിടെ ഹീറ്റായ കാരണം കൊണ്ടാണ് ഇങ്ങോട്ട് ചാങ്ങൾ വരുന്നത്. ഇവിടെ അവരെ കടിച്ച് പൊളിച്ചു ഉണ്ടാ. ഇവിടുന്ന് ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ അപ്പുറത്തേക്ക് ചാടും. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് വരുന്നതാണ്. ഇതേ വരുന്നുണ്ടാ. ബൊമ്മാരി പറഞ്ഞ പോലത്തെ മുതലാളാട്ടാ. സൂപ്പർ ഡോഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡോഗ്. അതേ അടുത്താൻ വരുന്നത്. ആ ചെറിയൊരു ഗ്യാപ്പ് മതി അവർക്ക്. അതിലെ കിടന്ന് പോകുന്നു ഇങ്ങോട്ട്. അങ്ങനെ ഇതിപ്പോ പുതിയ സ്റ്റഡ് മെയിലാട്ടത്. ആളുടെ പേര് കേട്ട് കഴിഞ്ഞാൽ വിറ്റാണ്. ഇതാ ചാടി കിടക്കാൻ നോക്കണ്ട. മെസ്സി എന്നാണ് മൂപ്പരെ പേര്. മെസ്സിയുടെ പോലെ തന്നെയാണ്. മെസ്സി ബോൾ കിട്ടിയ പോവില്ല, അതേമാതിരി മൂപ്പര് പോവും. വേണ്ട അവൻ്റെ അച്ഛനാണ് അത് കിട്ടാ തൊട്ടപ്പുറത്തുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും 1 2 അങ്ങോട്ട് കിടക്കണം. കണ്ട ഭയങ്കര കമ്പനിയാണ്. അവൻ്റെ പോലെ തന്നെ അവൻ്റെ ഫാദറിൻ്റെ അതേപോലെ തന്നെ. ബോഡി ഫുള്ള് വൈറ്റ് കളറായിട്ടുള്ള ടൈപ്പാണ് കേട്ടോ അവൻ. ഇത് കിടക്കണ നോക്കിയാ. ഇത് വേറെ. ഇതിപ്പോൾ 1 വയസ്സായ ഫീമെയിലാണ് കേട്ടോ. നമ്മളിവിടെ വീട്ടിൽ നിർത്തിയുള്ളതാണ്. അത് ചെറിയ ടൈപ്പ് ഫീമെയിലാണ്. ഇത് നമ്മുടെ 2 ഫ്രഞ്ച് കുട്ടന്മാർ നമ്മൾ വീട്ടിൽ നിർത്തിയവരാണ്. ഒരു മെയിലും 1 ഫീമെയിലും വീട്ടിലിട്ടുള്ളതാണ് അവർ. അത്ര ഹൈറ്റിലേക്ക് എടുക്കണവർ. ഇങ്ങനെ എന്താ അവർക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. പേരൊക്കെ ഒന്ന് സെറ്റാക്കണം അവരുടെ. ഇന്ന് നമ്മുടെ ഒരുത്തനുണ്ട് ഇവിടെ. ടർബോ ടർബോ ഹെഡ് മേലാട്ടാ. അത്യാവശ്യം നല്ല ഹെവി ഹെഡ്. നമ്മുടെ പിസ്റ്റലിൻ്റെ ഒക്കെ പോലത്തെ ഹെഡുള്ള മെയിലാട്ടാ. നല്ല ഹെവിയാണ് ആളുടെ മെയില്. ഹെഡൊക്കെ നല്ല ഹെവി ഹെഡ് ടൈപ്പാണ്. പിസ്റ്റൾ നല്ല സ്റ്റഡിങ്ങിനൊക്കെ. അപ്പം നമുക്ക് വില കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ 2 മെയിൽ വേറെ ഉണ്ട്. പിന്നെ 1 മെയിലിനെ ഇപ്പം നമ്മൾ വീട്ടിൽ നിർത്തി വലുതാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവനെ വല്ലൊരാളിനെ കൊടുക്കാം. നല്ല സ്റ്റഡിങ് മെയിലാട്ടോ. സൂപ്പർ മെയിലാണ്. ടർബോ എന്നാണ് അവൻ്റെ പേര്. ഓരോരുത്തരുടെ ഇതൊക്കെ എടുക്കുന്ന നോക്കി. ഇവരൊക്കെ ഇപ്പോൾ ഹീറ്റ് ആവാറുള്ളതാണ്. 1 മെയിലുണ്ട് കേട്ടോ. അവിടെ വേറെ ഒന്നും കൊണ്ടല്ല. ഇവര് ബാക്കി 3 ആളും ഹീറ്റ് ആവാറായി നിൽക്കുന്നവരാ. നമ്മൾ എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വെക്കേഷൻ വരുമ്പോഴേക്കും ഇപ്പോൾ മാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെക്കേഷൻ സമയത്തേക്ക് പപ്പീസുകളായിക്കോളും. അതിന് വേണ്ടിയിട്ട് ഇട്ടുള്ളതാണ് കേട്ടോ. ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഹീറ്റ് ആവാറായവരാണ് ഇവരൊക്കെ. അപ്പോൾ അവർ മെയിലിനെ കൂടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ പെട്ടെന്ന് ആവാറുണ്ട്. പിന്നെ തന്നെ നമ്മുടെ അടുത്ത മുതലുകൾ റാണിയും സില്ലി ബ്ലാക്കിന് മറ്റേ ചെറുത് ബ്ലാക്കി. ഇപ്പോൾ ഏതാണ്ട് 1 വയസ്സ് ആവാറായിണ്ട്. ബ്ലാക്കി നോ ബ്ലാക്കി ആ കുട്ടികളായിട്ട് കളിക്കാനായിട്ടാണ്. പിന്നെ വേറെ 2 ബീഗിളിന്റെ കുട്ടികൾ കൊണ്ടിട്ട് കേട്ടോ. 1 മെയിലും 1 ഫീമെയിലും ഉണ്ട്. ഇതിലൊരു ജാക്ക് റസലിന്റെ ഒരു കുട്ടിയുണ്ട്. ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ കാട്ടിത്തരാം. ഇതാണ് കേട്ടോ ജാക്ക് റസലിന്റെ ഫീമെയിൽ കുട്ടി. നമ്മൾ സ്റ്റഡ് കുട്ടി എടുത്താട്ടെ. അതിനെ കയ്യുമ്മലൊക്കെ അതിന് വെള്ളമാക്കി മൂപ്പര്. പിന്നെ ആ ബീഗിളിന്റെ കുട്ടികളൊപ്പം എടുക്കണ കാരണം കൊണ്ടേ അവര് പുറത്തേക്ക് കണ്ട കൈ എടുത്തിട്ട് ആ കൈ ബോഡി ഫുള്ള് വൈറ്റ് ആണ്. ടൈലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫീമെയിൽ കുട്ടിയാണ് കേട്ടോ. അത് കൊടുക്കാനുള്ള കുട്ടിയാണ്. എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സൂപ്പർ കുട്ടിയാണ് കേട്ടോ ജാക്ക് റസലിന്റെ. നമ്മുടെ ഏതാണ്ട് ഒരു ബീഗിളിന്റെ പോലെയൊക്കെ ഹെഡിൽ നല്ല മാർക്കിങ് ബീഗിളിന്റെ പോലെയൊക്കെ വന്നിട്ട് വലുതാകുമ്പോൾ അതനുസരിച്ച് നല്ല ഭംഗിൻ്റെ ആയിരിക്കും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ നോക്കുമ്പോൾ സ്റ്റഡ് പപ്പി എടുത്തതാണ്. ഫീമെയിൽ പപ്പിയാണ് കേട്ടോ. അത് മുട്ട കാട്ടിത്തരാം. നിലവിൽ ചെറിയ കുട്ടികളായിട്ട് ഇപ്പോൾ ഇതുള്ളപ്പോൾ എടുത്ത് ഇനിയിപ്പോൾ പുതിയ ലിറ്റർ ഇറങ്ങി എടുക്കുന്നുണ്ട്. ഞാൻ കാട്ടിത്തരാം. ജാക്ക് റസൽ പ്രസവിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്നലെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളെ ഞാൻ കാട്ടിത്തരാം ഡെയിലി. അതുപോലെ നമ്മുടെ 2 സ്റ്റഡ് മെയിലുകൾ. ഒന്ന് നമ്മുടെ ഷാഡോ, പിന്നെ നമ്മുടെ ബീഗു. പഴയ ബീഗു അല്ല കേട്ടോ. പഴയ ബീഗു നമ്മുടെ മരണപ്പെട്ടു. ഇപ്പോൾ വേറൊരു ബീഗുണ്ട്. അവൻ ആ പേര് നമ്മൾ ഇട്ട് കൊടുത്തു മാത്രം. അവന് പിന്നെ റിംബുട്ടാൻ്റെ മരമൊക്കെ ഉണ്ട്. ആ റിംബുട്ടാൻ്റെ മരത്തിൻ്റെ അടിയിൽ കൂടി വെച്ചേക്കാം. അപ്പോൾ നല്ല തണലും ഞാനും കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. ഷാഡോ ഗുഡ് ബോയ്. ഷാഡോ ബീഗു ഗുഡ് ബോയ്. പുറത്തേക്ക് ഇറങ്ങാനാണ് ചാടി വരുന്നത്. ഈ ബീഗു ഒരു 15 ഇഞ്ച് മെയിലാണ് കേട്ടോ. നല്ല ഹെഡൊക്കെ നല്ല ഹെവി ഹെഡാണ് അവൻ്റെ. ബീഗുനോ ഇത് ഷാഡോനെ നമ്മുടെ അടുത്ത് വന്നാലും ഒന്ന് കൈ കൊടുക്കണം. അതിനാണ് ഈ കൈ പുറത്തിടുന്ന ആള്. ഇത് ഷാഡോ ഒരു 13 ഇഞ്ച് മെയിലാണ്. ഹൈറ്റ് ഒരു 13 ഇഞ്ചുള്ള പക്ക ഷോ ക്വാളിറ്റി മെയിലാണ് അവൻ. നല്ല മാർക്കിംഗ് ആക്കിയുള്ള മെയിലാട്ടോ.
പിന്നെ ഇവിടെ നമ്മുടെ അടുത്ത് ഏറ്റവും ചെറിയ മെയിലുണ്ട് കേട്ടോ. അങ്ങനെ പുതിയ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അവരിട്ടിരുന്ന പേര് ഹൈഡൻ എന്നാണ് വരുന്നത്. ഹൈഡൻ ഏറ്റവും ചെറിയ 13 ഇഞ്ചിനോട്ടും ചെറിയ മെയിലാണ് കേട്ടോ. ചെറിയ ഫീമെയിൽസുകളൊക്കെ ഇങ്ങനെ കൊണ്ടുപോരാ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് ആള് ഹൈഡൻ. ഇവർക്കേ വെള്ളം കണ്ട തട്ടിക്കളയുന്ന സ്വഭാവമുണ്ട്. വെള്ളം പറ്റെടുത്ത് തട്ടിക്കളയും. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ അപ്പു ഇരിക്കുന്നുണ്ട്. അപ്പം അവിടുത്തെ ഒരു സ്റ്റഡ് മെയിൽ തന്നെയാണ് കേട്ടോ. അപ്പൊക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു പരിപാടി സെറ്റായിട്ട് ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ആ തൊട്ടപ്പുറത്ത് ക്രോസ് വെച്ചിട്ട് കുറച്ച് ഫീമെയിലുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒന്ന് ഞാൻ കാട്ടിത്തരാം. നമ്മുടെ ഡെലിവറി റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഇതിപ്പോൾ നമ്മുടെ ശിവാവ ലിറ്റർ ഇറങ്ങിറക്കി ആയിട്ടുണ്ട് കേട്ടോ. റൂബുണ്ണി, ഇത് നമ്മുടെ റൂബുണ്ണി. ഇത് ഗർഭിണിയാണ്. ഇത് കാസ്പർ. അപ്പോൾ കാസ്പറിന് നല്ല പുറത്തേക്ക് ഇറങ്ങാറായിട്ടുണ്ട് ഇനി. പിന്നെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ വൃഷ്ടിയാകാറ്റും കേരളമൊക്കെ ആകാറുണ്ടേ. അത് നമ്മുടെ റൂബുണ്ണി അത്യാവശ്യം വയറൊക്കെ ആയിട്ടുണ്ട്. കാസ്പർ ഇവർ രണ്ടുപേരും നമ്മൾ ഒരുമിച്ചിടും. ഒരു ഭയങ്കര സെറ്റാ. ഇപ്പോൾ പ്രസവിക്കുന്നതിൻ്റെ അന്ന് മാത്രമേ ഇവനെ ഈ കൂട്ടിൽ നിന്ന് മാറ്റുള്ളൂ. അതുവരെയ്ക്കും ഇവർ രണ്ടുപേരും ഒരുമിച്ചാ. അതുപോലെ നമ്മുടെ വേറെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ടെസ ലിറ്റർ ഇറങ്ങി എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ പ്രസവിച്ചുള്ളവള് തന്നെ ടെസാപ്പിനാണ് കയറി കാട്ടിത്തരാം കുട്ടികളെ. ടെസാപ്പി പേടിച്ചിട്ടിരിക്കുക മൊബൈലോട് വന്നപ്പോളേ. അതുപോലെ നമ്മുടെ ഇവിടെ രണ്ടാളുണ്ട് ഫ്രഞ്ച് കുട്ടികൾ തന്നെ. സില്ലിയും ഡോഗും ഉണ്ട്, 2 പേരുണ്ട്. ഇവരൊക്കെ ക്രോസ് ചെയ്തിട്ടേക്ക് കേട്ടോ. ഇത് 4 പേരും ക്രോസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ചിന്നുണ്ട് ഇതിൽ, അതുപോലെ കിലുണ്ട്, ബെല്ല, പിന്നെ ഇവ, ബാക്കിയിരിക്കുന്ന ഇവ. 4 പേര് ഇപ്പം ബീഗിള് ക്രോസ് ചെയ്തിട്ടേക്കുന്ന കേട്ടോ. ഒരു 2025 പപ്പീസുകൾ ഇവരുടെ പപ്പീസുകൾ ഉണ്ടാവും നമ്മുടെ അടുത്ത് കൊടുക്കാനൊക്കെ ആയിട്ട്. ടെസ ഫുഡ് എടുത്തിട്ടില്ലല്ലോ. ഇന്നലെ ഭക്ഷണം കഴിച്ചാണല്ലോ. ടെസാബി എന്നാ കഴിക്കുന്നില്ല ഫുഡ്. ടെസാരെ കുട്ടികളെ കാട്ടി തരാം കേട്ടോ. ടെസ ഗുഡ് ഗേൾ. നോട്ടെ ഇത് ടെസാരെ ഫീമെയിൽ കുട്ടിയില്ല. മുഖത്തൊക്കെ നല്ല ബീഗിളുടെ പോലെ നല്ല മാർക്കിങ് വന്നുണ്ട്. ഈ വാലിനി കട്ട് ചെയ്യണം. നല്ല ഭംഗിയിലാക്കിയിട്ട് ഒരു ചെറിയ വൈറ്റ് പോയിന്റ് പോലെ വെച്ചിട്ട് കട്ട് ചെയ്യും. ഇതും ഫീമെയിൽ തന്നെയാണ് കേട്ടോ. ഇത് ഫസ്റ്റ് വന്ന കുട്ടി സൈസൊക്കെ ഉണ്ട്. ആള് രണ്ടും തള്ളേരെ കളറിങ്ങാണ്. രണ്ടിൻ്റെയും മുഖത്ത് അത്യാവശ്യം നല്ല മാർക്കിങ് പോലെയൊക്കെ ഉണ്ട്. കളി ഇതിലും ബാക്ക് വാലിൻ്റെ കട്ടയാളുണ്ട്. ഇതൊരു പ്രസവം എന്ന് പറഞ്ഞാലേ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ല. അവർ തന്നെ എല്ലാം ആയിക്കോളും. നമ്മളെ വഴിക്ക് തിരിയേണ്ട. അതാണ് ഇവരുടെ മെയിൻ ഗുണം. അവൾ ഇന്നലെ നന്നായി ഭക്ഷണം കഴിച്ചതാണ്. അപ്പം ഇന്നേക്ക് ഭക്ഷണം എടുത്തിട്ടില്ല അധികം. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഇവളെ ഇവിടെ നിന്ന് മാറ്റും. മാറ്റിയിട്ട് നമ്മുടെ ശിവാവി ഉണ്ടല്ലോ, അവളെ ഇതിലേക്ക് കയറ്റിടും. അങ്ങനെ അവളെ ലിറ്റർ ആവാറായിട്ടുണ്ട്. അപ്പോൾ അവളെ അങ്ങോട്ട് മാറ്റിയിടും. എന്നിട്ട് ഇവളെ വേറെ വീട്ടിലേക്ക് മാറ്റണം. അങ്ങനെ മൊത്തത്തിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു വീഡിയോ എടുക്കാനൊക്കെ ഒരു ഗ്യാപ്പ് കിട്ടിയത്. അപ്പുറത്തേക്ക് ഗംഭീര ലഹളയാട്ടാ. അതൊന്നും അവരെ കാട്ടിത്തരാം. അത് ഇവരെ ഒന്നുകൂടിയും കാണിക്കാൻ വന്നതാ. പക്ഷെ ഭയങ്കര കറിയാ. ഒരു വാക്ക് പറയാൻ സമ്മതിക്കില്ല. ആ പരിവാ വൈകിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് വീണ്ടും ഫുഡ് കൊടുക്കുക. കാലത്തിന് മെയിനായിട്ട് കൊടുക്കുക. വൈകിട്ട് കുറച്ച് കൊടുക്കും. പോകന്മാര് ലഹള തുടങ്ങി. അപ്പോഴേക്കും ഈ വീട്ടിലുള്ള കുട്ടികളൊക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്ത. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നോക്കുകയാണ്. വല്ലാണ്ട് ലെങ്തി വീഡിയോ ആക്കണം വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ഉഷാറാക്കിക്കോളോ. ഇനി പുതിയ വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ അതുപോലെ നമ്മുടെ പൂങ്കാനൂർ പശുവിൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും. പിന്നെ 2024 നമ്മുടെ കുട്ടികളെ കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവരോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് പേപ്പേഴ്സൊക്കെ കൊടുക്കാറായിട്ടുണ്ട്. പേപ്പേഴ്സൊക്കെ വന്നിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പേരും അഡ്രസ്സൊക്കെ നമുക്ക് വിട്ടെന്നാൽ സ്പീഡ് പോസ്റ്റ് അയച്ചു തരാം. അഡ്രസ്സ് വിട്ടെന്നാൽ. അതുപോലെ 2025 പപ്പീസുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. നമ്മൾ കുറേ ഡോഗുകളൊക്കെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ മത്സരം വരികയാണ്. എല്ലാവർക്കും നല്ലൊരു പുതിയ മത്സരം നമ്മൾ ഇതോട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് വരാൻ പോണ്. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കുക. പിള്ളേർ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നില്ലേ. അപ്പോൾ നല്ല പപ്പീസുകളൊക്കെ ഇപ്പിണ്ട്. അപ്പോൾ എല്ലാവരും പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഉഷാറാക്കിക്കോളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെ വരെ
ഇതോടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.